ജനനായകൻ മൂവിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മൂവിയിലെ പൊളിറ്റിക്സ് പറഞ്ഞതാണ്. കൃത്യം നമ്മുടെ ഇന്ത്യയിലെ പൊളിറ്റിക്സ് എന്താണെന്ന് അത് കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഓൾറെഡി നമുക്കറിയാം, അത് കറക്റ്റ് അവതരിപ്പിച്ചടാ. ഒരു റിയൽ ലൈഫ് പൊളിറ്റിക്സ് നമ്മുടെ ഇന്ത്യയിൽ നടന്നതല്ല, നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന സംഭവം വരെ നമുക്കതിൽ ഫീൽ ചെയ്യാൻ പറ്റും എന്തുമാത്രം കറക്റ്റാണ് എന്ന്. വെറുതെ അല്ല ഈ പടത്തിന്റെ റിലീസ് സമയത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായത്. കാരണം ഇലക്ഷന്റെ സമയത്ത് ഏതൊരു ഭരിക്കുന്ന പാർട്ടിയും പേടിക്കും. കാരണം റിയൽ ലൈഫ് പൊളിറ്റിക്സിനെ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കില്ല ചെയ്യുന്നത്. അത് ഭയങ്കര എടുത്തു പറഞ്ഞ ഒരു പോയിന്റ് ആണ് ഈ ഒരു ഫിലിമിൽ. പിന്നെ വിജയുടെ ഫൈറ്റ് സീൻ ആയിക്കോട്ടെ, വിജയുടെ എനർജി ആയിക്കോട്ടെ, ഒരു ഒരു കംപ്ലീറ്റ് ഒരു ഡാൻസ് ഉണ്ട് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുന്ന ഒരു സീൻ ഉണ്ട്, വൺ ലാസ്റ്റ് ഡാൻസ് എന്ന് പറഞ്ഞതിന് ശേഷം. മൂപ്പരമ്മാതിരി എനർജിയിലാടാ വിജയ്. അത് വിജയ് തന്നെയാണ്. പിന്നെ പടം അടിപൊളി പടമാണ്, മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ പോയി കണ്ടിരിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. അതിന് മാത്രം ഒന്നും പടമില്ല. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ഒരുപാട് പേര് പറയും. അതിന് മാത്രം ഒന്നും കഥ ഒന്നും ഇല്ല, അതുകൊണ്ട് തിയേറ്ററിൽ പോയി കാണണ്ടെന്നൊക്കെ. പക്ഷെ വിജയ് പടത്തിന് എത്ര നെഗറ്റീവ് വന്നാലും വിജയ് പടം തിയേറ്ററിൽ ഉണ്ടാക്കുന്ന ഒരു ഓളമുണ്ട്, ആ ഒരു വൈബ് ഉണ്ട്. അത് നിങ്ങൾക്ക് ജനനായകനും തരും. അത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് തിയേറ്ററിൽ വിജയ് പടങ്ങൾ വരുന്ന ഭയങ്കര ഇഷ്ടമുള്ള ഒരാളെ ഞാൻ. കാരണം ആ ഒരു വൈബ് കിട്ടും എന്നുള്ളത് ഷുവറാണ്. അത് ജനനായകനിലും കിട്ടും. പിന്നെ വിജയ് ഫാൻസിന് 100% പടം ഇഷ്ടപ്പെടും കേട്ടോ. കാരണം അത്രയും കുറച്ച് മാസം സംഭവം സെറ്റപ്പ് ഒക്കെയാണ് സാധനങ്ങൾ. പിന്നെ പടത്തിന്റെ പ്ലസ് പോയിന്റ് പറയുന്നത് ബേബിഡിയോൾ വില്ലന്റെ എൻട്രി സീന് കൊടുത്തൊരു ബിൽഡപ്പ്, ഒരു ഓറ ഇത്രത്തോളം ഡേഞ്ചറാന്ന് കാണിക്കുന്നുണ്ട്. അത് കിട്ടില്ല സീനിനും ബേബിഡിയോളിന്റെ. പിന്നെ വിജയിന്റെ ക്യാരക്ടറിന്റെ ഒരു ക്യാരക്ടർ എത്രത്തോളം പവർഫുൾ ആണെന്ന് പടത്തിൽ കാണിക്കുന്നുണ്ട്. അത് ഉടനീളം ഓരോ ഫൈറ്റ് സീൻസിലും കറക്റ്റ് നമുക്ക് കാണാനും പറ്റിയിട്ടുണ്ട്, എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത്. പിന്നെ ഫൈറ്റിൽ കുറെ ലോജിക്കില്ലായ്മ നമുക്ക് തോന്നും, ആ ക്യാരക്ടറിന്റെ പവറും. പിന്നെ നമുക്കറിയാം തമിഴ് പടം ഫൈറ്റ് അറിയാലോ എല്ലാവർക്കും. പിന്നെ ഒരുപാട് ലോജിക്ക് ഇല്ലാത്ത സംഭവങ്ങളുണ്ട് പടത്തിൽ, സത്യമാണ്. ഒരുപാട് ഭാഗത്ത് ലോജിക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇമോഷണൽ ഭാഗങ്ങൾ ചിലവർക്കൊന്നും കണക്ട് ആയിട്ടില്ല. എന്റെ കൂടെ വന്നവർക്കൊന്നും പടം ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇമോഷണൽ ഭാഗം വലിയ കണക്ട് ആയിട്ടില്ല എന്നാ പറഞ്ഞത്. പക്ഷെ എനിക്ക് കണക്ട് ആയിട്ടോ. എനിക്ക് ഒന്നാമത് അതിന്റെ പ്രശ്നമാണ്. എനിക്ക് ചെറിയ ഭാഗം കിട്ടിയാൽ ഞാൻ വേഗം ഇമോഷണലി ഇതാവും, കരിയൊക്കെ ചെയ്യുക. പടം കണ്ടിട്ട് തന്നെ കേട്ടോ. ഈ പടത്തിലും ഞാൻ കരുതിയിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള ഒരു 95% പേർക്കും അതൊന്നും പറ്റില്ല. കാരണം അതിന് മാത്രം ഡെപ്ത് ഒന്നും ഇല്ല. പിന്നെ അതിൽ തന്നെ കുറച്ച് കണ്ടിന്യൂറ്റി മിസ്സായിട്ടുണ്ട്. നല്ലൊരു ഇമോഷണൽ വരുമ്പോൾ പിന്നെ വേറെ ഭാഗം കാണിച്ചിട്ട് ഇതിനെ കൊണ്ടുവരുന്നത്. പിന്നെ മമിത ബൈജുന്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പെർഫെക്റ്റ് ലെവലിൽ നിന്നിട്ടുണ്ട് ആ ക്യാരക്ടറിന് വേണ്ടത്. ചിലർ അതിനും എന്തെങ്കിലുമൊക്കെ പറയും ഓവറാക്കിന്നൊക്കെ, അതുണ്ടടാ. പക്ഷെ മൊത്തത്തിൽ മസ്റ്റ് വാച്ച് ഒന്നല്ല കേട്ടോ തിയേറ്ററിൽ. അതിന് മാത്രം സംഭവം ഒന്നും പറയുന്നില്ല. കാരണം വലിയൊരു പോരായ്മകൾ ഉണ്ട് പടത്തിൽ. പക്ഷെ ഞാൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ വിജയ് പടം തിയേറ്ററിൽ കാണുന്ന ഓളത്തിനാണെങ്കിൽ തിയേറ്ററിൽ പോവുക. ആ പൊളിറ്റിക്സ് നിങ്ങൾ കേട്ടിരിക്കണം, അറിഞ്ഞിരിക്കണം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ അധികം ഇഷ്ടപ്പെടും തോന്നില്ല. വിജയ് ഫാൻസിന് ഇഷ്ടപ്പെടും, ഐ എം ഡാം ഷുവർ.